നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് ഫ്രെയിം. ദുബായിയുടെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഫ്രെയിമാണ് ഇത്. ദുബായ് ഫ്രെയിം സ്ഥാപിച്ചിരിക്കുന്നത് കരാമയിലെ സബീൽ പാർക്കിലാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ദുബായ് ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദുബായിയുടെ പഴയ കാലവും പുതിയ കാലവും ഈ രണ്ട് കാലഘട്ടങ്ങളെ ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. ദുബായ് ഫ്രെയിമിനെ കുറിച്ച് ഷാജി ചേട്ടൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. 150 മീറ്റർ ഹൈറ്റാണ്. ഓക്കെ, അതിപ്പോൾ രണ്ട് സൈഡിലും ഓരോ എലിവേറ്റർ ഉണ്ട്. മുകളിൽ പോവാം. അതിൻ്റെ മുകളിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പാനലാണ്. നല്ല അവിടെ നിന്ന് ഉള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ദുബായിയുടെ രണ്ട് വശങ്ങൾ കാണാൻ പറ്റും. അതായത് പഴയ ദുബായും പുതിയ ദുബായും. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ ദുബായും, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ദുബായും. എല്ലാ സ്കൈ ലൈൻ അവിടെ നിന്നുണ്ട് നല്ല വ്യൂ കിട്ടും. അതുപോലെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ഇവിടെ കാണുന്നത് ഈ ഗാർഡനും ഈ വലിയൊരു പാർക്കിനകത്താണ്, സെബീൽ പാർക്ക് എന്നാണ്. ആ പാർക്കിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സഞ്ചാരികളെ അമ്പരപ്പിക്കത്തക്ക രീതിയിൽ 490 അടി ഉയരത്തിൽ ഗ്ലാസ്സിലൂടെയുള്ള സ്കൈ വാക്ക്, പഴയകാല അറബ് ഗ്രാമീണ ജീവിതത്തെ കാണിക്കുന്ന ഒരു മ്യൂസിയം. മുകളിൽ ഈ ഫ്രെയിമിൽ കൂടി നോക്കുമ്പോൾ പഴയകാല ദുബായിയും മറ്റൊരു സൈഡിൽ കൂടി നോക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ ദുബായിയും കാണാൻ കഴിയും. ഇവയൊക്കെയാണ് ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത. ദുബായിയുടെ ഒരു കൾച്ചറൽ ലാൻഡ്മാർക്കാണ് ദുബായ് ഫ്രെയിം. ഇത് റോഡിലൂടെ പോകുമ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിമായി തോന്നുമെങ്കിലും അടുത്തു വരുമ്പോൾ ഭീമാകാരമായ രണ്ട് വലിയ കെട്ടിടങ്ങളാണ്. ഇതുപോലെയുള്ള മോഡേൺ നിർമ്മിതികൾ ദുബായ് ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 52 ദിർഹവും 3 മുതൽ 12 വരെ വയസ്സുള്ളവർക്ക് 21 ദിർഹവും 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ്. ഇതിൻ്റെ ഉയരം 490 അടിയും വീതി 311 അടിയുമാണ്. ഇതൊരു സ്മാരകവും അതേപോലെ ഒരു മ്യൂസിയവും ഒരു ഒബ്സർവേറ്ററിയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വർണ്ണ നിറത്തിൽ ഈ കാണുന്നത് ഗോൾഡ് കളർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതുകൊണ്ടാണ് ദുബായ് ഫ്രെയിമിൻ്റെ 16,000 ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡ് നിറത്തിലുള്ള കവറിങ്ങാണ് ഈ കെട്ടിടത്തിന് ഏറ്റവും ഭംഗി നൽകുന്നതും എവിടെ നിന്ന് നോക്കിയാലും കെട്ടിടത്തിൻ്റെ തിളക്കം നമ്മൾക്ക് കാണാൻ കഴിയും. ഈ കെട്ടിടം നിർമ്മിക്കുവാൻ 2000 ടൺ സ്റ്റീലും 9,900 ക്യൂബിക് മീറ്റർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഗ്ലാസുകൾ 3 ലെയറോട് കൂടിയ ലാമിനേറ്റഡ് ഗ്ലാസുകളാണ്. അത് ഈ ബിൽഡിങ്ങിനെ തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിലൊരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. പഴയകാല ദുബായിയുടെ ജീവിത രീതി, ഗ്രാമീണ ജീവിത രീതിയാണ് അതിൽ ഡിസൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 3D എഫക്റ്റിലൊക്കെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ ഫീൽ ചെയ്യും. മുകളിൽ ആ വൈറ്റ് നിറത്തിൽ കാണുന്നത് ഗ്ലാസ് പാനലാണ്. അതിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ഭയം തോന്നും. നമുക്ക് ആ ഗ്ലാസ് പാനലിലൂടെ നടക്കാൻ കഴിയും. താഴോട്ട് നോക്കിയാൽ സബീൽ പാർക്ക് മുഴുവനായിട്ടും കാണാം. വേഗത്തിലോടുന്ന ലിഫ്റ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലെത്താൻ വെറും 60 സെക്കൻഡ് മതി. ഒരു സൈഡ് വഴി മേളിലോട്ട് പോവുകയും മറു സൈഡ് വഴി താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന 2 ലിഫ്റ്റുകളാണ് ഉള്ളത്. ഈ ഫ്രെയിമിൻ്റെ ഒരു വശത്തുകൂടി നമുക്ക് ദുബായിയുടെ പഴയ കാലഘട്ടം കാണാൻ കഴിയും. കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ഓൾഡ് ദുബായ്. മറുവശത്ത് നോക്കിയാൽ പുതിയ ദുബായ്, ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളും
വീതി കൂടിയ റോഡുകളും ഒക്കെ നിറഞ്ഞ പുതിയ ദുബായ്. ദുബായ് ഫ്രെയിം ആധുനിക ദുബായിയുടെ പ്രതീകമാണ്. ഇന്ന് ലഭ്യമായ എല്ലാ മോഡേൺ ടെക്നോളജിയും ഈ ദുബായ് ഫ്രെയിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കോഫി ഷോപ്പുണ്ട്, സോവനീർ ലഭിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഫ്രെയിമിൻ്റെ മുകളിലോട്ട് പോകുന്നത് ഇടത് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ലെഫ്റ്റിലൂടെയും ഇറങ്ങി വരുന്നത് വലത് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ലെഫ്റ്റിലൂടെയുമാണ്. ഫ്രെയിമിൻ്റെ മുകൾ ഭാഗം LED ലൈറ്റിൻ്റെ പാനലിംഗ് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ലൈക്ക് ചെയ്ത് വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. ദുബായ് യാത്രയുടെ മുഴുവൻ കാഴ്ചകളും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ട പ്രോത്സാഹനം നൽകുക.